ഹായ് ഫ്രണ്ട്സ്, റോഡിലോട്ട് പോവാം. ജങ്കുക്ക് ഒരാളുടേതാണ് ഹീറോ, ഇന്ത്യൻ ഗേൾ. ഹീറോയിൻ നല്ല ഹാപ്പി ജോളിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ജങ്കുക്ക് അവരുടെ മാരേജായി ഡിവോഴ്സായി ഒരു ബോയ് ബേബി ഉണ്ട്. ഹീറോയിൻ ജോളിയായിട്ട് എൻജോയ് ചെയ്ത് ഹോളിൽ എൻജോയ് ചെയ്ത് അങ്ങനെ ജങ്കുക്ക് ചെയ്ത് ഓക്കെ അതിനായിട്ട് ഇങ്ങനെ സ്റ്റേജിൽ ഇന്ത്യക്ക് ഇങ്ങനെ പാട്ട് ഡാൻസ് ഉണ്ടായിരുന്നു. ഞാൻ ജങ്കുക്ക് വന്നിരുന്നു. ഹീറോയിൻ ഹോളിൽ നല്ല എൻജോയ് ചെയ്ത് ഇങ്ങനെ ഓടിപ്പോയത് പൊടിയിലിട്ടിട്ട് ഹീറോയിൻ ജോളിയായിട്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞ് അങ്ങനെ എല്ലാവരും പറഞ്ഞു കേട്ടോ ഹീറോയ്ക്ക് എന്താ ആരടി വരുന്നത്, ഇല്ലടി മച്ചി PTS മെമ്പർ പറയുന്ന കേട്ടിട്ടുണ്ടോ, എവിടേക്കടി? ഇവിടെ നമുക്ക് മുകളിൽ നിന്ന് ചന്ത കാണാൻ പറ്റും, എന്ത് സത്യമാണോ? അങ്ങനെയായിട്ട് ഹീറോയി കുളിച്ച് ബ്രഷായിട്ട് ഈ ഫോട്ടോത്ത് കാണുന്ന മതി സാരെടുത്തിട്ട് ഹീറോയി വന്നു ആ പ്ലേസിൽ. നോക്കുമ്പോൾ ടിക്കറ്റെല്ലാം ചെയ്തിരുന്നു. ഹീറോയി മുകളിലുണ്ട്, അതെ അവിടെ താഴെ എന്ന് നടക്കുന്നത് കാണാൻ പറ്റും. അങ്ങനെയായിട്ട് ഹീറോയി മുകളിലിരുന്ന് നോക്കാൻ തുടങ്ങിയായിരുന്നു. ജങ്കുക്ക് ഒരു പാട്ട് ഡാൻസ് എല്ലാം കളിക്കുമായിരുന്നു. ഹീറോ ജങ്കുക്കിനെ വെച്ച് കണ്ണടക്കാതെ നോക്കിയിരുന്നു. വാ മച്ചേ, എന്താ പറ്റിയടി? അനു ചോദിക്കുക, ഹീറോയിൻ്റെ പേര് അനു. അനു പറയാൻ തുടങ്ങി, ഇടി ആരടി ഇത്? ഇത് കേട്ടിട്ട് ദിയൊക്കെ ഷോക്ക്. ഹീറോയിൻ്റെ ഫ്രണ്ട് പേര് ദിയ പറയാൻ തുടങ്ങി, മച്ചി ഇതറിയില്ലടി, ഇത് PTS മെമ്പർ അല്ലടി, സൈഡ് ഡാൻസ് ഒരു പ്ലേസ് പറഞ്ഞ ഡാൻസ് കളിക്കുന്നത്. ഓ അങ്ങനെ ഒത്തു ഇത് ജിയാൻ ജങ്കുക്ക് കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. എടി നീയാണ് അതിനെ കറക്റ്റ് ചെയ്യാൻ അതൊന്നും പറ്റില്ല, എല്ലാ ഗേൾസ് ആർമി ദിവസം വേൾക്ക് വരും. അത് മാത്രമല്ല ജങ്കുക്കോട് മാരേജായി ഒരു ബേബി ഉണ്ട്. അങ്ങനെ ഫോട്ടോ കാട്ടി ഇവനല്ലേ ഞാൻ ചോദിച്ചാൽ, അതെ മച്ചേ ബേബി ഉണ്ടോ? സേ ഓ എന്തടി മച്ചേ സേ. അതെ ഹീറോയ്ക്ക് ഒരു മാതിരി സാഡായി. അതിനായിട്ട് ഹീറോ ഡാൻസ് നോക്കിയായിരുന്നു. ഹീറോ ഇങ്ങനെ ഫ്രണ്ടിലൂടെ സംസാരിച്ച് വരുമായിരുന്നു. നൈറ്റായിട്ട് ഉണ്ടായിരുന്നു. ഹീറോ ജോലിയായി സംസാരിക്കുമായിരുന്നു. ഹീറോ ജങ്കുക്ക് ഇങ്ങനെ ഫോണിൽ വെച്ച് ഈ ഫോട്ടോ കാണുന്ന ഡ്രസ്സ് അതായിട്ട് ജങ്കുക്ക് ഫോണിൽ സംസാരിക്കുന്നത്. ഹീറോയ്ക്ക് ഷോക്കായിരുന്നു. മാസ്ക് പറയുന്നത് ആ സെൻഡ് ആണ്. ആ സെൻഡിൽ ജങ്കുക്ക് ഫുൾ ഫേസില്ല മാസ്ക് ഇട്ട. അപ്പോൾ ഹീറോയി കണ്ടുപിടിച്ച് ഇത് ജങ്കുക്ക്. ശരി ഇങ്ങനെ മാരേജായി ഡിവോഴ്സായി പറഞ്ഞിട്ടായിരുന്നു. ശരി ഇവന് കറക്റ്റ് ചെയ്യാന്ന് ഹീറോയിൻ അടുത്ത് വന്നായിരുന്നു. അപ്പോൾ അടുത്ത് വന്നായിരുന്നു ഹീറോയിൻ. അങ്ങനെ ഹീറോയിൻ അടുത്ത് വന്നായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ അടുത്ത് വന്നു ജങ്കുക്കിനെ കണ്ടു. ഹീറോയ്ക്ക് ഒരു കാറുണ്ടായിരുന്നു. അങ്ങനെ ജങ്കുക്കിനെ കണ്ടു. അങ്ങനെ ഹീറോയ്ക്ക് ശരി ഇതുവരെ വഴിയില്ല, ശരി ഓക്കെ അത് മുതൽ സീക്രട്ട് അങ്ങനെ ഹീറോയിൻ ഒരു റോഡ് ഗേൾ മതി. അങ്ങനെയായിട്ട് ജങ്കുക്കിനെ കണ്ടു. ശരി ഇപ്പം കുടിച്ച മതി ആക്ടിങ് ചെയ്യാം, അതിനെക്കൊണ്ട് റോളിങ് ചെയ്യാം എന്ന് ഹീറോയിൻ പ്ലാൻ ചെയ്തു. അന്ന് കൊണ്ടുപോകാതെ ഹീറോയിൻ ഓടി ചേർന്ന മതി ഒരുമാതിരി ചെയ്തായിരുന്നു. ജങ്കുക്ക് ഫോൺ വെച്ചത് അങ്ങനെ ഹീറോയിൻ ഓടി വന്നായിരുന്നു. എങ്ങനെയായിട്ട് ജങ്കുക്ക് വേള വീണായിരുന്നു. ജങ്കുക്ക് ഇങ്ങനെ ഹീറോയിൻ്റെ കാറിനട വന്നു. ഡോർ തുറന്നു ജങ്കുക്ക് അതെ കാർ. എങ്ങനെയായിട്ട് ആരുമില്ലായിരുന്നു, ഇല്ലാണ്ടായിരുന്നു. ജങ്കുക്ക് ഇങ്ങനെ ഹീറോയിൻ ഓടി വന്ന് കാറിൽ. പിന്നെ കുറച്ച് തിരിഞ്ഞ് നോക്കുക, കുറച്ച് ആൾക്കാർ വന്നു. ജങ്കുക്കിന് വായ്മട് എന്ന് ഡ്രിങ്ക്സ് അത് ഒരുമാതിരി ഹീറോയ്ക്ക്. അത് മാത്രമല്ല അതിലുള്ളൊരു ബോയ് ഉണ്ടായിരുന്നു. അത് ഹീറോയിനെ കൂടെ ഇങ്ങനെ ഇതൊക്കെയാണ് മാറുന്നായിരുന്നു. ആവശ്യമൊക്കെ അവൻ എന്തോന്ന് കളിക്കുമ്പോഴത്തെ അത് ഹീറോയി അറിയാതെ കുടിച്ച് പോയിരുന്നു. ആ സീനിയറാണ് ഹീറോയിന്മാരെ കാണായിരുന്നു. അങ്ങനെ ഹീറോയി സീനിയറാണ്. ഹീറോയി പറഞ്ഞ ആ കമ്പനിയിൽ ജോബ് ചെയ്യാണ്. ആ കമ്പനിയിൽ ഹീറോയിൻ്റെ സീനിയർ. അങ്ങനെ ഹീറോയിൻ ജങ്കുക്കിന് പിടിച്ചു. ജങ്കുക്ക് ഷോക്കായിരുന്നു. ആരാ നീ എന്ന് ജങ്കുക്ക് ഷോക്കായി കേൾക്കായിരുന്നു. അങ്ങനെ ഹീറോയിൻ കാറിലിട്ടായിരുന്നു. അങ്ങനെ കാറിലിട്ട് ഇന്നും കൊണ്ട് ഹീറോയിൻ കാർ ഡ്രൈവിങ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഹീറോയിൻ അങ്ങനെ ഡ്രൈവർ വന്നായിരുന്നു കാറിൽ. ആ ഡ്രൈവർ പറയുന്ന വണ്ടിയിൽ കയറിയിട്ട് സാർ പ്ലീസ് സാർ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ജങ്കുക്കിനോട് ചോദിച്ചു. ജങ്കുക്ക് മനസ്സിലായില്ല. ആ ഡ്രൈവർ സാർ നിങ്ങൾക്ക് ലാംഗ്വേജ് അറിയില്ലല്ലേ സാർ, പിന്നെ പ്ലീസ് സാർ കുറച്ച് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അങ്ങനെ ഹീറോയിൻ്റെ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ആ ഡ്രൈവർ പറഞ്ഞ് പിന്നെ രണ്ടുപേരും കൊടുത്ത് സാർ നിങ്ങൾ ഈ വീട്ടിൽ ഡ്രൈവ് ചെയ്യാൻ. അങ്ങനെയായിട്ട് ജങ്കുക്ക് നോക്കുമ്പോൾ ഒരു ഗേൾ ഉണ്ടായിരുന്നു ആ വീട്ടിൽ. അങ്ങനെ വാതിർക്കുമ്പോൾ ഒരു ഗേൾ വന്നായിരുന്നു. അത് ഹീറോയുടെ ഫ്രണ്ട് ദിയ. ഷോക്കായി സാർ ദിയ അയ്യോ സാർ കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് കേട്ടായിരുന്നു ദിയ. അങ്ങനെയായിട്ട് ദിയ പറഞ്ഞാണ്. ദിയ കുറച്ചതായി ദിയ അങ്ങനെ അകത്ത് കൊണ്ടുവന്നു. അങ്ങനെ രണ്ടുപേർ കൈ പിടിച്ചിട്ട് കൊണ്ടുവരായിരുന്നു. ഹീറോ റൂമിലിതാക്കാം ദിയ ബെഡിലിതാക്കുക. ഇതിന് ഫോൺ വന്നു. അയ്യോ എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ ഫ്രണ്ട് സാർ ഞങ്ങൾ വാതിൽ വന്നാക്കി ഇരുന്ന് പോയിക്കോ സാർ,
അയ്യോ എൻ്റെ വീട്ടിൽ പ്രശ്നം എന്ന് പറഞ്ഞ് കൂട്ടുകൂട് ലിയ അവിടുന്ന് ഓടിപ്പോയി. ഞങ്ങൾക്ക് ഷോക്കായിരുന്നു. എന്താ എത്തി സാർ ഇവിടെ തിരികെ പോയിക്കോ സാർ എന്ന് എൻ്റെ ഫ്രണ്ട് കുടുകുടു ഓടിപ്പോയി. അങ്ങനെ ഞങ്ങൾക്ക് ഷോക്കായിരുന്നു. എന്താ സാർ നിങ്ങൾ ഇവിടുത്തെ റോംബർ ഇതാക്കിയിട്ട് പോയാൽ മതി സാർ എന്ന് പറഞ്ഞാണ്. ജങ്കുക്ക് അവിടെ നിന്ന് പോകാൻ നോക്കിയായിരുന്നു. അങ്ങനെ ജങ്കുക്ക് പോകാൻ നോക്കിയായിരുന്നു. ഹീറോയെ പിടിച്ചു ബെഡിൽ തള്ളി. അങ്ങനെ ജങ്കുക്ക് മനസ്സിലായി ഇവൾ ഒരുമാതിരി ചെയ്യുന്നതല്ല. എസ് പ്ലീസ് അയച്ചാൽ മതി എനിക്ക് ഒരുമാതിരിയോ എന്ന് പറഞ്ഞു. ജങ്കുക്ക് കിസ് ചെയ്തിട്ട് ജങ്കുക്ക് ഊന്നിട്ട് പറഞ്ഞ കേൾക്കില്ലായിരുന്നു. ഇപ്പം എന്താ ചെയ്യാൻ ജങ്കുക്ക് അവിടുന്ന് എങ്ങനെയായിട്ട് തപ്പിക്കൊന്നു വെച്ച് പോയി. ഹീറോയിൻ ജങ്കുക്ക് കടിക്കാതെ അങ്ങനെ ഡ്രസ്സ് മാറി ജങ്കുക്ക് ചെയ്യുന്നത്. ജങ്കുക്ക് കൺട്രോൾ ചെയ്യുന്ന ജങ്കുക്ക് ഫുൾ കൺട്രോൾ പോയി. പാട്ട് കഴിച്ച് അങ്ങനെ കൊണ്ട് ഫുൾ കൺട്രോൾ ജങ്കു. എന്നിട്ട് രണ്ടുപേർക്കും റൊമാൻസ് അങ്ങോട്ട് നടന്നു. ജങ്കുക്ക് സോറി കൺട്രോൾ പോയി എന്ന് പറഞ്ഞ ഹീറോയിൽ കൂടെ ഇങ്ങനെ റൊമാൻസ് രണ്ടുപേർക്ക് എല്ലാം നടന്നു. ജങ്കുക്ക് അയ്യോ എന്ത് ചെയ്തു പോയി എന്ന് ജങ്കുക്ക് ഷോക്കായിരുന്നു. അങ്ങനെ ജങ്കുക്ക് വയ്യില്ല ഇവിടുന്ന് ശരിയാവില്ല എന്ന് പറഞ്ഞ് നടന്നു പോകാൻ നോക്കിയായിരുന്നു. ഹീറോയി ഫസ്റ്റ് കണ്ണ് തുറക്കാൻ പറ്റില്ലായിരുന്നു ഹീറോയ്ക്ക്. ജങ്കുക്ക് സോറി എന്ന് പറഞ്ഞ് ജങ്കുക്ക് അവിടുന്ന് ഒരു പേപ്പർ എഴുതി ജങ്കുക്ക് അവിടുന്ന് പോയി. ഹീറോയിനെ നോക്കിയിട്ട് പോയി. ഹീറോയിൻ ഇടിച്ച് നോക്കൂ ബോഡിയിൽ പെയിനുണ്ട് പറഞ്ഞായിരുന്നു. എന്ത് പറ്റി അതിൽ ജങ്കുക്ക് എന്ന് എഴുതിയായിരുന്നു. സോറി എന്നിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ജങ്കുക്ക് ശരി അവൾക്ക് ഓർമ്മ ഉണ്ടാവും. അങ്ങനെ ജങ്കുക്ക് വെച്ച് അവിടെ നിന്ന് പോയി. പിന്നെ ജങ്കുക്ക് ഫ്രണ്ട് കൂടെ സംസാരിച്ചായിരുന്നു. എടാ ഇന്ന് നമുക്ക് നൈറ്റ് തന്നെ പോകണം ഫ്ലൈറ്റിൽ എന്ന് ജങ്കുക്കോട് പറഞ്ഞു. ജങ്കുക്ക് ഷോക്കായിരുന്നു. എന്താ ഇല്ലടാ നൈറ്റ് തന്നെ പോകണമെന്ന് പറഞ്ഞു. ശരി ഓക്കെ ജങ്കുക്ക് ഒരുമാതിരിയായിരുന്നു. അതെ ഈ കീസെല്ലാം ഉണ്ടായിരുന്നു ജങ്കുക്ക് നെക്കിലല്ല. ഈ കീസ് അങ്ങനെ പറഞ്ഞാൽ ഇതൊക്കെയെല്ലാം മറച്ച്. അതിന് നൈറ്റായിരുന്നു. ജങ്കുക്ക് ഫ്ലൈറ്റിൽ കയറി. ഒരുപാട് മനസ്സില്ലാതെ ജങ്കുക്ക് അങ്ങനെ കുറേയൊക്കെ പോകുന്ന ഫ്ലൈറ്റിൽ പോയി. പിന്നെ ഹീറോ എണിച്ചതൊക്കെ ഹീറോയ്ക്ക് ഷോക്കായിരുന്നു.